നിലമ്പൂരിൽ UDF പ്രചരണത്തിന്റെ ഭാഗമാകാൻ കെ രമ MLA കൂടി എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിറങ്ങുമ്പോഴത്തെ ഒരു പൾസ്? വളരെ ആവേശകരമായ അനുഭവമാണ്. അവിടുന്ന് കാണുന്നതിനേക്കാളും ഗംഭീരമായ വിജയം ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തകരുടെ ആവേശം, ഇവിടുത്തെ രാഷ്ട്രീയമെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഭരണവിരുദ്ധ വികാരം എന്നൊരു ഫീല് തോന്നി ഇവിടെ വന്നിറങ്ങി. ഭരണവിരുദ്ധ വികാരം വളരെ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തുമുണ്ട്. അത് പ്രതിഫലിക്കാതിരിക്കാൻ ചില വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമം അപ്പുറത്തുനിന്നുണ്ടാവുകയാണ്. പക്ഷേ അവിടെ അതിനെയൊക്കെ ഇവിടുത്തെ ജനങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നപ്പോൾ. ഈ അൻവർ ഒരു ഫാക്ടറാകുമോ? അല്ല, അൻവർ ഉയർത്തിയ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് സത്യത്തിൽ ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. കേരളത്തിൽ നമ്മളൊക്കെ നിരവധി കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ സംബന്ധിച്ച്, പോലീസിൻ്റെ RSS വൽക്കരണത്തെ സംബന്ധിച്ച്, പിണറായി വിജയൻ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ ജനവിരുദ്ധമായ നിലപാടുകളെ സംബന്ധിച്ച് സാധാരണക്കാരനെ, കർഷകരെ, കൃഷിക്കാരെ ഒന്നും ഒരു വില കൽപ്പിക്കാതെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാത്ത ഒരു ഗവൺമെൻറ്റിനെതിരെയാണ് അൻവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് ഇവിടെയുണ്ട്. ആ രാഷ്ട്രീയമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ ജമാഅത്ത് അടക്കമുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു പോയി. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായൊരു തന്ത്രമാണ് ഇപ്പോൾ പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത്. യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയിലും ഇത്തരത്തിലുള്ള സംഘടനകളുമായിട്ട് നേരത്തെ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു പാർട്ടിയാണ് LDF. അവർക്ക് എന്താണ് ഇപ്പോൾ ഒരു ബോധോദയം ഉണ്ടാവാൻ കാരണം? എന്തേ ആ സമയത്ത് ഈ വർഗീയത അവർ കണ്ടിട്ടില്ലേ? ഇവിടെ ഈ സാംസ്കാരിക പ്രവർത്തകർ ഇവിടേക്ക് ഇങ്ങനെ കൂട്ടത്തോടെ വരികയാണ് സ്വരാജിന് വേണ്ടി. സ്വരാജ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്, പുസ്തകം വായിക്കുന്ന ആളാണ്, അതിനാൽ പിന്തുണ എന്നുള്ളതാണ് ഈ ഇടത് സാംസ്കാരിക പ്രവർത്തകരെല്ലാം പറയുന്നത്. പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പുസ്തക വായനയല്ല, ഇവിടുത്തെ യഥാർത്ഥത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളോടൊപ്പം ആര് നിൽക്കുന്നു? അതാണ് ചോദ്യം. സാധാരണ മനുഷ്യന്റെ വികാരത്തിനോടൊപ്പം നിന്നിട്ടുണ്ടോ? അവരുടെ പ്രശ്നങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടോ? ആ ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. അതിലൊന്നാമത്തെ ചോദ്യം, ഇവിടുത്തെ ആശമാർ ഒരു ജാഥ നടത്തുമ്പോൾ ആ തൊഴിലാളികളെ പരിഹസിക്കാനും ആ സമരത്തെ അപഹസിക്കാനും ഒരു നേതൃത്വം തയ്യാറാവുമ്പോൾ അതിനെതിരെ ഒരക്ഷരം എഴുതാൻ ഈ എഴുത്തുകാരോ രാഷ്ട്രീയക്കാരോ സാംസ്കാരിക പ്രവർത്തകരോ നമ്മളാരും കണ്ടിട്ടില്ല. ഈ പറയുന്ന എഴുത്തുകാർ എവിടെയായിരുന്നു? TP ചന്ദ്രശേഖരനെ അരും കൊല ചെയ്ത സമയത്ത് അതിനെ അപലപിക്കാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകന്മാർ തയ്യാറായിട്ടുണ്ടോ? എന്തേ അവർക്ക് എവിടെയായിരുന്നു ആ സമയത്ത് ഈ അക്ഷരങ്ങൾ? എവിടെയായിരുന്നു ഈ സാംസ്കാരികം? എന്തേ അത് ഇല്ലാതെ പോയത്? അപ്പോൾ എഴുത്തുകാർ തീർച്ചയായിട്ടും സമകാലിക വിഷയങ്ങൾ അത് ഏത് പക്ഷത്തു നിന്നായാലും നെറികേടുകൾക്കെതിരെ സംസാരിക്കണം. അതാണ് എഴുത്തിൻ്റെ രാഷ്ട്രീയം. ഒരു ലീഡൊക്കെ പ്രവചിക്കുന്നുണ്ടോ? നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ഇവിടുന്ന് ജയിക്കും എന്ന് തന്നെയാണ് ഇവിടുത്തെ പൾസ്, ഇവിടുത്തെ ജനം പറയുന്നതും അതാണ്. 2026 പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് നമുക്കിവിടുന്ന് കിട്ടും. വലിയ പ്രതീക്ഷയാണ് കെ രമ MLA പങ്കുവെക്കുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് പോകും എന്നുള്ളതാണ് രമ പങ്കുവെക്കുന്ന പ്രതീക്ഷ.